നമ്മളെവിടെ എത്തി? മാണിക്കുഞ്ഞെ, മാണിക്കുഞ്ഞെ, എന്താണോ ഗാഥ എങ്ങനെയായി പോയത്? എന്താ അവളുടെ യഥാർത്ഥ പ്രശ്നം? അമ്മയ്ക്കറിയോ? അമ്മയ്ക്കറിയോ? ആർക്കും അറിയില്ല. വേണ്ടോ, എനിക്ക് ഉറങ്ങണം മാണിക്കുഞ്ഞെ. എൻ്റെ ജീവിതം ഇല്ലാതായടോ മാണിക്കുഞ്ഞെ. എല്ലാം നശിച്ചു. എൻ്റെ ഗാഥ പോയി. എൻ്റെ ഗാഥയ്ക്ക് എന്താണോ സംഭവിച്ചത്? അവൾക്ക് എന്താണോ സംഭവിച്ചത്? വഴിയിലെടുത്ത് കാർ കിടക്കുന്നത് കണ്ടാ ഞാൻ ചെന്ന് നോക്കിയത്. സാധനം എന്തോ പറ്റില്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് ചെന്ന് നോക്കിയപ്പോഴാ മദ്യത്തിന്റെ മണം. എന്റെ മോന്റെ അവസ്ഥ കണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല സുമിത്രേ, നമ്മളിതൊക്കെ മുൻകൂട്ടി ചിന്തിക്കേണ്ടതായിരുന്നു. ഇറങ്ങിപ്പോയവൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അവളുടെ മമ്മിയുടെ അടുത്ത് ക്യാഷ് ഉണ്ട്. ഇനിയിപ്പോ നവീനെ കളഞ്ഞിട്ട് വേറെത്തിനെ കെട്ടണമെന്ന് പറഞ്ഞാലും അതിപ്പോ നാളേക്ക് നാളെ തന്നെ നടക്കും. ആ, അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒരുത്തി അവഗണിച്ച് വലിയ കൊട്ടാരക്കെട്ടൊക്കെ നോക്കി പോയതാണല്ലോ. ഇപ്പതേ ചെക്കൻ കയ്യൊന്നും പോയി മുഴുക്കുടിയനുമായി. അമ്മായി, ചത്തി കിടക്കുന്നവരെ കുത്തി തിന്നുന്ന കഴുകുമാരെ കണ്ടിട്ടുണ്ട്. ചത്തിട്ടില്ല. അതുവരെ ഒന്ന് കാത്തൂടെ? ഓ, അതിന് മാത്രം ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും നാവിന് നല്ല മൂർച്ചയാണല്ലോ. എന്നാ പിന്നെ എല്ലാരും കൂടി അവന്റെ മനസ്സങ്ങ് ശരിയാക്കി കൊടുക്ക്. നീങ്ങി വന്നിട്ട് മോളെ. അമ്മേ, എന്തിനമ്മ ഇപ്പൊ പോന്നത്? നമുക്ക് അവിടെ തന്നെ നിക്കായിരുന്നില്ലേ? എല്ലാവരും അവിടുന്ന് മാറുമ്പോ ഞാൻ നവീന്റെ അടുത്ത് നിന്നേനെ. അതിനൊക്കെ സമയമുണ്ട്. ഇപ്പോ എല്ലാവരുടെ ഉള്ളിലേക്ക് ആ വിഷമം ഒന്ന് കേറട്ടെ. നീ വാ. ഇല്ല നന്ദേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ മോന് അവന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. അതാ ഈ കാണുന്നത്. നന്ദ, ഒന്ന് വന്നേ.